ഈ പെൺകുട്ടി ഒരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അവളുടെ വീട്ടിൽ അമ്മയും അവൾ മാത്രമാണ് താമസിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇവൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇവളുടെ പിതാവ് മരിച്ചതാണ്. അങ്ങനെ വീട്ടുകാരുടെ സഹായം എന്ന് വെച്ചാൽ അമ്മയുടെയും അപ്പൻ്റെയും വീട്ടുകാരാണ് ഇവരെ സഹായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പം വീട്ടുകാരുടെ സഹായം ഇവർ ചോദിക്കാറുണ്ട്. അവിടെ ചെന്ന് സഹായം ചോദിക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ അത്ര സുഖകരമല്ലാത്ത ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവളുടെ അമ്മ ഒരു രോഗി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അത്തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥങ്ങളുണ്ട്. പക്ഷെ എന്നാലും അമ്മയ്ക്ക് സാധിക്കുന്ന രീതിയിൽ ജോലിക്ക് പോകുന്നു. അങ്ങനെയാണ് ഇവരുടെ ഉപജീവന മാർഗം ഒരു മുന്നോട്ട് നീങ്ങുന്നത്. ചെറുതിലെ ഇവർ വളരുന്ന സാഹചര്യത്തിൽ ഇവൾക്ക് ചില പ്രത്യേകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാരോട് വല്ലാത്തൊരു എതിർപ്പും ദേഷ്യവുമുള്ള ഒരു കൂട്ടത്തിലാണ്. അവരോട് ഒരുപാട് അടുപ്പമോ ഒരുപാട് നല്ലൊരു ബന്ധമോ സംരക്ഷിക്കാൻ തുടർന്നുകൊണ്ട് പോകാൻ അത്ര താല്പര്യമില്ലാത്തതുപോലെ ഇവൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇവളുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവധി കിട്ടിയാലും ബന്ധുവീട്ടുകളൊന്നും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരിങ്ങോട്ട് വരുന്നതിലും ഇവൾക്ക് താല്പര്യമില്ല. പക്ഷേ ഇവൾക്ക് ബന്ധങ്ങൾ കൂടുതൽ ഇവൾക്ക് കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരുമായി, പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് ഇവളുടെ ഏറ്റവും അധികം സുഹൃത്തുക്കളുള്ളത്. ഫേസ്ബുക്കിലാണെങ്കിലും ഇവൾ സൗഹൃദം പാലിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആൺകുട്ടികളുമായിട്ടാണ്. പലപ്പോഴും ഇവളുടെ അമ്മയുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ വീട്ടുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവൾ പല ദിവസങ്ങളിലും ക്ലാസ്സിലേക്ക് പോയിട്ട് ക്ലാസ്സിൽ കയറുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ചിലപ്പോഴൊക്കെ ചില ആൺ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടാറുണ്ട്. ചോദിക്കുമ്പോഴൊക്കെ അവൾ പറയും, അതിനിപ്പോൾ എന്താ, അവരുടെ കൂടെ യാത്ര ചെയ്താൽ ഒരു ബൈക്കിൽ പുറകിലിരുന്ന് പോയാൽ എല്ലാ തെറ്റുകളും സംഭവിച്ചു എന്ന് കരുതുന്ന നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ കൂട്ടുകാരുമാണ് ഏറ്റവും വലിയ തെറ്റുകാരെന്ന് അവൾ അമ്മയോട് വാശി പിടിച്ച് പറയാറുണ്ട്. പക്ഷെ അമ്മയുടെ നിസ്സഹായാവസ്ഥ എന്തുമാത്രം അവളെ നിർബന്ധിക്കാൻ പറ്റും. ഇപ്പം ഇത്രയും വലുതായി. അതുകൊണ്ട് തന്നെ അമ്മ കുറേയേറെ നിർബന്ധിക്കും. പക്ഷേ ഒരുപാട് അമ്മ അവളുടെ പുറകെ പോകാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, അവളുടെ ഈ സുഹൃത്തുക്കളിൽ പലരും അത്ര നല്ല സ്വഭാവശീലങ്ങളുള്ളവരല്ല എന്ന് അറിയാൻ കഴിഞ്ഞു. ഇവളുടെ സ്വഭാവത്തിലും ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയവർ എന്ന് വെച്ചാൽ ഇവൾ കുറേ അധികം സമയം ഫോണിൽ ചിലവഴിക്കുന്നു. അതുമാത്രമല്ല, ഇവൾ ഒരുപക്ഷെ ടോയ്ലറ്റിൽ പോയാലും അതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് പോയാൽ ഒരുപാട് സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കാൻ ആഗ്രഹിക്കും. അമ്മയ്ക്കൊരു ചെറിയ സംശയം തോന്നുന്നുണ്ട് ഇവളേതോ ശീലത്തിൽ പെട്ടുപോയെന്ന്. എന്ന് വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പുകവലിക്കുന്നതായിട്ടോ ഉള്ളതുപോലെ ഒരു ചെറിയ തോന്നൽ അമ്മയ്ക്ക് ഉണ്ടായി. ചോദിക്കുമ്പോഴൊക്കെ അവൾ പറയും, ഇല്ല, നിങ്ങൾക്കത് വെറുതെ തോന്നലാണ്. ഒരുപക്ഷെ ഞാൻ യാത്ര ചെയ്ത് വരുമ്പം കുറേ നേരം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആരോടധികം സംസാരിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. അമ്മ എൻ്റെ ഇത്തരത്തിൽ എന്നെ തെറ്റായി കാണുന്നത് പോലും ശരിയല്ല എന്ന് പറഞ്ഞ് അമ്മയോട് വാശി പിടിക്കാറുണ്ട്. പക്ഷേ ഇവളുടെ ശീലങ്ങൾ മാറിയെന്ന് വളരെ വ്യക്തമായിട്ട് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചേ പറ്റൂ എന്ന് അമ്മ ചിന്തിച്ചത്. ചിലപ്പോഴൊക്കെ രാത്രി ഒരുപാട് വൈകിയാണ് ഇവിടെ കിടക്കാറുള്ളത്. ഭക്ഷണം കഴിക്കാൻ തന്നെ വീട്ടിൽ ഒരുമിച്ചുള്ള സമയത്ത് കോളേജിൽ ഭക്ഷണം കൊണ്ടുപോകുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് തന്നെ അമ്മയ്ക്ക് ഉറപ്പില്ല. കാരണം ഇവളുടെ കോലം ആകെ മാറി. എന്ന് വെച്ചാൽ ഇവളുടെ ശരീരം ആകെ ക്ഷീണിച്ചതുപോലെയാണ് അമ്മയ്ക്ക് തോന്നിയത്. ഇവൾ ഇങ്ങനെയൊന്നും അല്ല ആയിരുന്നത്. ഡിഗ്രി പഠിക്കാൻ പോകുന്നതിന് മുൻപ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നത്. നല്ല അത്യാവശ്യം നല്ല വണ്ണവും നല്ല ശരീരപ്രകൃതി എന്ന് വെച്ചാൽ ക്ഷീണമില്ലാത്ത ഒരു ശരീരപ്രകൃതിയുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്തോ ഒരുപാട് മാറ്റങ്ങൾ ഇവൾക്ക് വന്നതുപോലെ അമ്മയ്ക്ക് തോന്നി. രാത്രി ഉറക്കം വളരെ കുറവാണ്, ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള സമയങ്ങൾ ഒരുപാട് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോഴൊക്കെ മുറിയിലാണെങ്കിലും കഥകടച്ച് കുറേ സമയം മുറിയിലുള്ളിലാണ് ഇവൾ. അമ്മ വിളിക്കുമ്പോഴാണെങ്കിലും ഒരുപാട് സമയമെടുത്തിട്ടാണ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരാറുള്ളതൊക്കെ. അമ്മയ്ക്ക് എന്തോ ഒരു നല്ല സൂചനകളല്ല ഇതെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്.
പിന്നീട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ അവളെ നിർബന്ധിക്കാൻ തുടങ്ങിയപ്പം അവൾ വാശി പിടിക്കാൻ തുടങ്ങി. ഒരുപാട് എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് എൻ്റെ പഠനം, എൻ്റെ സ്വഭാവം ഇതൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ അറിയാം, നിങ്ങൾ എന്നെ ഒരു പരിധി വിട്ട് നിയന്ത്രിക്കരുത് എന്ന് അമ്മയോട് താക്കീത് പറയാൻ തുടങ്ങി. അമ്മ വീണ്ടും വീട്ടുകാരുടെ സഹായം തേടാൻ തുടങ്ങിയപ്പം അത് പിന്നീട് അതിനേക്കാളേറെ ഒരു ആപത്തായി അവൾക്ക് മാറി. എന്ന് വെച്ചാൽ അവൾക്ക് അവരോടൊക്കെ വലിയ വാശിയായി, വൈരാഗ്യമായി. പിന്നെ അവരെ തോൽപ്പിക്കാൻ അമ്മയോട് അവൾ വളരെ ദേഷ്യത്തോടെ പെരുമാറാൻ തുടങ്ങി. സാധാരണ വരുന്നതിലും നേരം വൈകി ചിലപ്പം വീട്ടിൽ വരാൻ തുടങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, അവൾക്കുള്ള ഈ ആൺസുഹൃത്തുക്കളൊക്കെ ചില സമയത്ത് രാത്രി സമയങ്ങളിൽ വീടിൻ്റെ അടുത്ത് വന്ന് വിളിച്ചാലും ഇവൾ ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെല്ലും. അമ്മ ചോദിക്കുമ്പോൾ അവൾ പറയും, എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്, അവർ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം അമ്മ പറയും, നമ്മുടെ കാലം അത്ര നല്ലതല്ല, നമ്മുടെ നാട്ടുകാരത്ര നല്ലതല്ല, ചിലപ്പോൾ അവരൊക്കെ മോശമായിട്ട് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവൾ അമ്മോട് പറയാറുണ്ട്, അവർ കാണട്ടെ, അവർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല, അവർ കാണുമ്പം എനിക്ക് ഇത്രയും കൂട്ടുകാരുണ്ടെന്ന് അറിയില്ലോ, അതുകൊണ്ട് അവരൊന്നും എന്നെ ഒന്നും പറയാൻ പോകില്ല എന്നൊരു ധൈര്യം അവൾ എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. അവളുടെ വാക്കിലെപ്പോഴും അങ്ങനെ എനിക്ക് കുറേ ചോദിക്കാനും പറയാനും ചില കൂട്ടുകാരുണ്ട്, എന്തിനും പോകുന്ന ഒരു കൂട്ടുകാരൻ്റെ കൂടെയുണ്ട് എന്ന് അവളിങ്ങനെ പറയാറുണ്ട്. ചില സമയത്തൊക്കെ അമ്മോട് ഒരു വീരവാക്യം പോലെ പറയാറുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചാൽ മതി, അവർ വരാൻ എപ്പോൾ വേണമെങ്കിലും വരും, പാതിരാക്കി വേണമെങ്കിലും വരും എന്നിട്ട് എന്നെ സഹായിക്കാൻ അവർക്ക് സന്നദ്ധരാണ് അവർക്ക് ആരെയും പേടിയില്ലാത്തവരാണെന്നൊക്കെ അമ്മയോട് അവളിങ്ങനെ കൂടെ പറയുമായിരുന്നു. എന്ന് വെച്ചാൽ അവൾക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം ഈ കൂട്ടുകാരുള്ളത് കൊണ്ട് അവൾ അനുഭവപ്പെടുന്നു എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ ഇവളുടെ ഇത്തരത്തിലുള്ള സ്വഭാവ മാറ്റങ്ങൾക്ക് ഒരു കാരണമായിട്ട് ഇവൾ ചിലപ്പം ചിന്തിക്കുന്നത്, ഇത് എൻ്റെ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് എനിക്ക് കൂട്ടുകാരെ അത്യാവശ്യം വേണമെന്നൊരു ആഗ്രഹത്തിലാണ് അവൾ. ഒരുപാട് യാത്രകൾ ചെയ്യണം. അപ്പം വീട്ടുകാരുടെ നിർബന്ധങ്ങളെക്കാൾ ഉപരി ഇവളുടെ സ്വാതന്ത്ര്യം കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിക്കണമെന്നൊരാഗ്രഹം. ഇവളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കുറച്ചുകൂടി കടന്ന ഒരു അവസ്ഥയിലേക്ക് ഇവൾ മാറാൻ തുടങ്ങി. ഇവളുടെ ഡ്രസ്സിങ് ഒക്കെ അവൾ ആൺകുട്ടികളെ പോലെയാകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഷർട്ടും പാൻസൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. ഇവളുടെ നടത്തത്തിൽ തന്നെ എന്തോ പെൺകുട്ടിയിൽ നിന്നൊരു ആൺകുട്ടിയിലേക്കുള്ളൊരു മാറ്റം പോലെ വീട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അമ്മ പ്രത്യേകിച്ച് എന്തോ ഒരു മാറ്റം. ഇതുവരെ അവൾ ഇങ്ങനെയൊന്നും അല്ല നടന്നിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ അവൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളൊന്നും ഒരു പെൺകുട്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെക്കാളും അധികം ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു ദിവസം വലിയ വ്യത്യസ്തമായൊരു മാറ്റം കണ്ടത്, ഇവിടെ ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് വരുമ്പം ഇവിടെ മുടി മുറിച്ചിട്ടുണ്ട്. ഇവിടെ മുടി താഴ്ത്തി നന്നായിട്ട് പറ്റ വെട്ടി, എന്ന് വെച്ചാൽ നന്നായിട്ട് കുറച്ച് വെട്ടി, ഏതാണ്ട് ഒരു ആൺകുട്ടിയെ കാണുന്നത് പോലെ ആകാൻ തുടങ്ങി. ഇവളുടെ മുഖത്തിൻ്റെ ഭാവം തന്നെ മാറി. ഇവളുടെ ചുണ്ടുകൾ നോക്കിയാൽ ഒരു സ്ഥിരം പുക വലിക്കുന്ന വ്യക്തിയുടെ ചുണ്ടുകൾ പോലെ ആകാൻ തുടങ്ങി. ഇവളുടെ മുഖം തന്നെ അല്പം അത്ര ഒരു സോഫ്റ്റ്നെസ്സിനെ പകരം ഒരു റഫ് ഫീലിംഗ് വന്നു തുടങ്ങി. മുടി ഇങ്ങനെ മുറിച്ച് ഇതുപോലെ ഒരു ആൺകുട്ടിയെ പോലെ ആകാൻ തുടങ്ങി. ഇവളുടെ നടത്തവും ഇവളുടെ സംസാരവും ഒക്കെ ആൺകുട്ടികളെ പോലെ ആകാൻ ഇവൾ ശ്രമിച്ചു തുടങ്ങി. എന്ന് വെച്ചാൽ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ എന്തിനും പോകുന്ന മറ്റ് ആൺകുട്ടികളെ പോലെ വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഇനി അമ്മ എന്നെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. അമ്മയോട് ഇവൾ പറയുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത്, അമ്മ എന്നെക്കുറിച്ച് എന്തിനാണ് പേടിക്കുന്നത്, ഞാൻ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോകുമെന്ന് പേടിച്ചിട്ടാണ്, അങ്ങനെ ഒരു പേടി അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞ് അമ്മയെ ഇവൾ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അമ്മ ജോലിക്ക് പോക്കോ. പക്ഷേ ഒരു പ്രശ്നം, അമ്മ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന കാശ് അവൾ ഉപയോഗിക്കുന്നത് ചിലപ്പോഴൊക്കെ അമിതമായിട്ട് ചിലവാക്കുന്നത് പോലെ അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. എങ്കിലും അമ്മ ഇവളോട് പറയും, നീ സൂക്ഷിക്കണം, നമുക്ക് ആരും സഹായിക്കാനില്ല. പക്ഷെ എന്നാലും ഇവള് അമിതമായൊരു ആത്മവിശ്വാസം അമ്മ ഇത്രയും സാധാരണക്കാരി ആയതുകൊണ്ട് അവൾ എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസം, എന്നൊരു ധൈര്യം അവൾക്ക് എപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകാരടുത്തുള്ള യാത്ര ഇവൾക്ക് വളരെ ശക്തമാകാൻ തുടങ്ങി, സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ തുടങ്ങി. ഇവൾ അല്പമൊക്കെ ലഹരി ഉപയോഗിക്കുന്നത് പോലെ മനസ്സിലാകാൻ തുടങ്ങി വ്യക്തമായിട്ട്. പിന്നീടാണ് ക്ലാസ്സിൽ ഇവളെ പഠിക്കുന്ന കോളേജിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, കോളേജിൽ സ്ഥിരമായിട്ട് ഇവൾ കയറുന്നില്ല. വ്യക്തമായി ചില ആബ്സെൻസുകൾ കൃത്യമായിട്ട് അവളുടെ പഠനത്തിൽ ഉണ്ടെന്ന് മനസ്സിലായി. പഠന നിലവാരം തന്നെ മാറി. അമ്മ വലിയ പ്രതീക്ഷയോടെയാണ് ഇവളെ പഠിക്കാൻ പറഞ്ഞയച്ചത്. പഠനം കഴിഞ്ഞ് മിടുക്കിയായിട്ട് ജോലിയൊക്കെ ചെയ്ത് അമ്മയുടെ ഏക ആശ്രയമാകുന്ന ഇവളുടെ സഹായത്തോടെ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ മാറി ഇവള്. ഇപ്പോൾ ഇവൾ ഏതാണ്ട് ഒരു സാധാരണ ആൺകുട്ടിയെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഇവളുടെ സ്വഭാവം, രൂപം, ഭാവം എല്ലാം മാറി എന്നാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്താണ് സത്യത്തിൽ ഇവൾക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമ്പം നമുക്ക് ഇവളുടെ ജീവിത സാഹചര്യങ്ങളാണ് ഒരു പക്ഷേ ഇവളെ ഇതിലേക്ക് മാറ്റിയതെന്ന് ഇവൾ പറയാനിടയുണ്ട്. എന്ന് വെച്ചാൽ ചെറുതിലെ വളർന്നു വന്നപ്പം
വളരെ കുഞ്ഞിലെ തന്നെ പിതാവ് അപ്പച്ചൻ മരിച്ചു പോകുന്നു. പിന്നീട് ബന്ധുക്കളാണ്, അമ്മ വീട്ടുകാരും അപ്പച്ചൻ്റെ വീട്ടുകാരുമാണ് ഇവരെ സഹായിക്കുന്നത്. അവരെ ആശ്രയിക്കുമ്പം അമിതമായിട്ട് ആശ്രയിക്കുന്നതിൻ്റെ പേരിൽ എന്തോ ഒരു അസ്വസ്ഥത അവൾക്കുണ്ട്. കാരണം അവരുടെ ആശ്രയം അവരോട് ചോദിക്കുമ്പം അവർ കൃത്യസമയത്ത് ഇവർക്ക് വേണ്ട പൈസ തരുന്നുണ്ടോ, അമ്മയെ ഇവർ വിഷമിപ്പിക്കുന്നുണ്ടോ എന്നൊരു ആകുലതയുണ്ട്. ഒപ്പം ഇവൾക്കൊരു അസ്വസ്ഥത ഉണ്ടാകാനുള്ളൊരു കാരണം ഇവളുടെ ബന്ധുക്കളുടെ ഒരു സുഹൃത്തിൽ നിന്ന് അത്ര നല്ലതല്ലാത്ത, സുഖകരമല്ലാത്ത ഒരു പെരുമാറ്റവും ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ അബ്യൂസിലേക്ക് പോകുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനില്ലാത്തതിൻ്റെ പേരിൽ, അമ്മ മാത്രമുള്ളതിൻ്റെ പേരിൽ ഇവരെയൊക്കെ ആശ്രയിക്കേണ്ടി വന്നതിലല്ലേ എനിക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായത്, ഒരു വ്യക്തിയിൽ നിന്നൊരു തെറ്റായ ഒരു പെരുമാറ്റം ഉണ്ടായത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നപ്പോൾ ഇവരെയൊക്കെ ആശ്രയിക്കേണ്ടി വരില്ലേ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം, കുടുംബ സാഹചര്യം ഉണ്ടായതുകൊണ്ടാവാം ഒരു പക്ഷേ കുടുംബത്തോട് തന്നെ, ഇവളുടെ മാതാപിതാക്കളുടെ വീട്ടുകാരോട് തന്നെ ഇവൾക്ക് എന്തോ ഒരു അകൽച്ച തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ അധികം ആശ്രയിക്കാതെ ജീവിക്കണമെന്ന് ഇവൾ നിർബന്ധം പിടിക്കും. പക്ഷേ ഇവൾക്ക് സംഭവിച്ച കാര്യം, അവരെ ആശ്രയിക്കാതിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ഇവൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു അപകടകരമായൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇവൾ അവരിൽ നിന്ന് അകന്നു മാറുന്നു, അവരോടധികം സംസാരിക്കുന്നില്ല. അമ്മയ്ക്കുണ്ടായൊരു ബുദ്ധിമുട്ട് അവരോട് ഇവൾ അകൽച്ച കാണിക്കുന്നതുകൊണ്ട് തന്നെ അവരോട് ഒരു സഹായം ചോദിക്കാനോ അവരോട് ഏതെങ്കിലും രീതിയിൽ ഇവളെ സഹായിക്കാനോ പറയാൻ സാധിക്കാത്തൊരവസ്ഥ കൂടിയായി. ഇവളത് സാരമില്ല, നമ്മളിത്തിരി കഷ്ടപ്പെട്ടാലും ആരെയും ആശ്രയിക്കാതെ ജീവിച്ചാൽ മതി എന്നൊരു ചിന്ത. അതുകൊണ്ട് ആദ്യം സംഭവിച്ചത് ഇവളുടെ ബന്ധുക്കളിൽ നിന്ന്, ഇവളുടെ ബന്ധങ്ങളിൽ നിന്ന് ഇവൾ അകന്നു മാറാൻ തുടങ്ങി. കാരണം അവരെ ആശ്രയിക്കാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഇവൾ ചിന്തിക്കാൻ തുടങ്ങി. ബന്ധങ്ങളെ മാറ്റി നിർത്തി തുടങ്ങി എന്നുള്ളതാണ് ഇവളുടെ ഒറ്റപ്പെടലിൻ്റെ ആദ്യത്തെ ഒരു സ്വഭാവമായിട്ട് മാറിയത്. രണ്ടാമത് ഇവൾക്ക് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇവൾക്ക് എല്ലാവരോടും ഒരു ഭയമുണ്ട്. എന്ന് വെച്ചാൽ പിതാവില്ലാത്തൊരു വീട്, അമ്മ മാത്രമുള്ള ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ആരും ചൂഷണം ചെയ്യാം എന്നൊരു ചിന്ത, ഭയം ഇവളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ എന്തൊക്കെയോ ആകണമെന്നൊരു ആഗ്രഹം ഇവളുടെ ഉള്ളിൽ തുടങ്ങി. എന്ന് വെച്ചാൽ ആരെയും ഭയപ്പെടാതെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അതിന് ഇവൾ കണ്ടെത്തിയ മാർഗം വളരെ നല്ല ഒരു സാഹചര്യത്തിന് പകരം ഇവൾ എടുത്ത മാർഗങ്ങളൊക്കെ മറ്റൊരു സാഹചര്യം, മറ്റൊരു രീതിയിലായിരുന്നു. എന്ന് വെച്ചാൽ ബന്ധുക്കളോടുള്ള കൂട്ടുകൂടുന്നതിന് പകരം ഇവൾ കൂട്ടുകൂടാൻ ആഗ്രഹിച്ചത് ഇവളുടെ കൺമുന്നിൽ വളരെ ശക്തരെന്ന് തോന്നിയത്, വ്യത്യസ്തരെന്ന് തോന്നിയത്, ആരെയും ഭയക്കാതെ ജീവിക്കുന്നവരെന്ന് തോന്നിയ ചില ആൺസുഹൃത്തുക്കളായിരുന്നു. കാരണം അവരുടെ കൂടെ നിന്നാൽ മറ്റുള്ളവരൊക്കെ എന്നെ പരിഗണിക്കും, എന്നെ പേടിക്കും എന്നിവൾ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇവൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സൗഹൃദങ്ങളാണ് ഇവൾ വലിയ സൗഹൃദങ്ങളായിട്ട് കണക്കാക്കിയത്. അവരുടെ കൂടെ നടന്നാൽ കോളേജിൽ എല്ലാവർക്കും ഇവളെ ഭയമാണ്. നാട്ടിലൊക്കെ ഇവരോട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ, ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഇവളുടെ ബന്ധുക്കളും ഇവളുടെ അമ്മയുടെ സുഹൃത്തുക്കളും പറയാൻ തുടങ്ങി, ഇവൾ യാത്ര ചെയ്യുന്ന ആളുകൾ ഇവൾ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ടൗണിൽ വെച്ച് കണ്ടു, ചില ചെറുപ്പക്കാരുടെ കൂടെ അവരെ കോലം കണ്ടാൽ അറിയാം, എന്ന് വെച്ചാൽ അവരെ അത്ര നല്ല സ്വഭാവമുള്ളവരല്ല എന്നൊക്കെ പറയുമ്പം ഇവൾ അതിനെ നിഷേധിക്കുന്നില്ല. എന്നാൽ അവരെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് മോശമായിട്ട് പറയുന്നത്, അവർ നല്ലവരാണ്, എന്തായാലും അവരെ കൂടെ നടന്നതിൻ്റെ പേരിൽ എനിക്ക് ധൈര്യമായിട്ട് നടക്കാലോ, എന്നെ ആരും ഉപദ്രവിക്കില്ലല്ലോ എന്ന് പറയുന്നൊരു ആത്മവിശ്വാസം എന്ന് പറയുന്ന അമ്മ. അതുകൊണ്ടാണ് അവൾ അമ്മയോട് പറഞ്ഞത്, ഞാൻ അവരുടെ കൂടെ ഓടിപ്പോകുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, ഞാൻ അങ്ങനൊരു ബന്ധമല്ല അവരിലായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവൾ ഈ ആൺസുഹൃത്തുക്കളുമായിട്ട് നടക്കുന്നതും യാത്ര ചെയ്യുന്നതും എന്തോ ഒരു വലിയ ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, എനിക്കെന്തോ നഷ്ടപ്പെട്ടു പോയ ഒരു സംരക്ഷണം ഇവരിലൂടെ തിരിച്ചു പിടിക്കാമെന്നൊരു വ്യാമോഹം ഇവൾക്കുള്ളതുപോലെ തോന്നി. അതുകൊണ്ട് തന്നെ അവരോട് കൂടെ യാത്ര ചെയ്യുന്നതിൽ എന്തോ ഒരു അഭിമാനം ഉള്ളതുപോലെ. സാവകാശം അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ഉള്ളതുപോലെ തോന്നി. ഷർട്ട്സ് ആയാലും ടീഷർട്ട്സ് ആയാലും ഒക്കെ ധരിക്കുമ്പം ആണുങ്ങളെപ്പോലെ നടക്കുന്നതാണ് ഒരു ധൈര്യം. എന്ന് വെച്ചാൽ ആരും എന്നെ ഉപദ്രവിക്കാൻ വരില്ല. ഒരു പക്ഷേ പണ്ടുണ്ടായ ചില ദുരനുഭവങ്ങളാകാം, ചില സംരക്ഷണ കുറവുകളാകാം ഇവളിൽ ഇങ്ങനെ തന്നെ ഒരു ചിന്ത ഉണ്ടാകാനുള്ള ഇടയുള്ളത്. അതുപോലെ തന്നെ ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിലും പട്ടണമായ സംസ്കാരങ്ങളിലൊക്കെ അവൾ കണ്ട് ശീലിച്ചതായിരിക്കും. ചിലപ്പോഴൊക്കെ അങ്ങനെ നടക്കുന്നൊരു ശീലം വളരെ ആത്മവിശ്വാസമുള്ളതുപോലെ അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന വസ്ത്രരീതികൾ ഇവളും ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീടാണ് ഇവളിൽ കാര്യമായ മാറ്റം. ഇവളുടെ തലമുടി മുറിക്കുന്നു, ഒരു ആൺകുട്ടിയെ പോലെ പെരുമാറാൻ ശ്രമിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അവൾക്ക് സംഭവിച്ചൊരു കാര്യം, ഇനി അവരെ പോലെ ആകണമെങ്കിൽ
ചിലപ്പോഴെങ്കിലും അവരുപയോഗിക്കുന്ന ചില ലഹരി ഉപയോഗിക്കുന്നത് കൂടി ആവശ്യമാണെന്ന് തോന്നി. കാരണം കമ്പനി, ഒരു പാർട്ടി, ഒരുമിച്ച് പോകുമ്പം അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പം അവർ ഉപയോഗിക്കുന്ന അതേ വസ്തുക്കൾ, പുകവലി, ഇതൊക്കെ അവൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ്. അതെന്തോ അവളെ ധൈര്യമുള്ളൊരു വ്യക്തിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഇതെല്ലാം അവളുടെ ജീവിതത്തിൽ അവൾ ഒന്നിന് പിറകെ ഒന്നായി ഓരോ അപകടങ്ങളിലേക്ക് അനുഭവമാണ് ഉണ്ടായത്. വാസ്തവത്തിൽ അവളുടെ ആരോഗ്യമുള്ള ജീവിതത്തിന് പകരം അനാരോഗ്യപരമായ ജീവിത സാഹചര്യങ്ങളും മാനസികാവസ്ഥകളും ശീലങ്ങളിലേക്കും അവൾ മാറി എന്നുള്ളത് വ്യക്തമാണ്. ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ച് ഒരു നല്ല മിടുക്കിയായൊരു മകളായിട്ട് നന്നായി പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ച് അമ്മയെ സഹായിക്കുമെന്ന് കരുതിയ മകൾ ഇന്ന് പഠനം പാതി വഴിയിലായി. അവളുടെ ബന്ധങ്ങൾ അവൾ മാറ്റി നിർത്തി. അവരൊരു പെൺകുട്ടിയായി നന്നായി മിടുക്കിയായി വളരുന്നതിന് പകരം അവർ ആൺകുട്ടിയെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നു. ആരോടും ധിക്കരിച്ച് സംസാരിക്കാനുള്ളൊരാഗ്രഹം. അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ അവളെ നല്ല ഒരു വ്യക്തി ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും ചിന്തിക്കാൻ ചിലപ്പോഴൊക്കെ നമ്മൾ ഒരു സ്വാതന്ത്ര്യം എപ്പോഴും നമുക്ക് ആവശ്യമല്ലേ? ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരാളെ മോശമാക്കി മാറ്റുന്നുണ്ടോ? അത് ഒരാളുടെ സ്വാതന്ത്ര്യമല്ലേ? സെക്ഷൽ ഓറിയൻറ്റേഷൻസ് പോലും വാസ്തവത്തിൽ ഇത് ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ അല്ല. കാരണം അവൾ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവൾ കാണിച്ച ഒരു വ്യത്യസ്തമായൊരു അതിജീവന ശൈലി എന്ന് വേണം കരുതാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ വരുത്തിയത് ആരോഗ്യപരമല്ലെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം നമ്മളെപ്പോഴും പറയുന്ന രീതിയുണ്ടല്ലോ, ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യമാണ്. മറ്റ് സമയങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഏച്ചു കെട്ടിയത് മുളച്ചു നിൽക്കുന്നു പറഞ്ഞ പോലെ എന്തോ ഒരു ഭയത്തെ അതിജീവിക്കാൻ അല്ലെങ്കിൽ തൻ്റെ ഒരു ആത്മവിശ്വാസത്തെ അതിജീവിക്കാൻ നടത്തിയ അനാരോഗ്യപരമായ ചില സമീപനങ്ങളായിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടിയിരുന്നൊരു കാര്യം ഇങ്ങനെയല്ല ഒരു മാറ്റം അവൾ കാണിക്കേണ്ടിയിരുന്നു. ഒരു പക്ഷേ അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ സാഹചര്യങ്ങളിലേക്ക് അവളെ തന്നെ മാറ്റാൻ ഒരു പക്ഷേ സഹായം തേടാം. ഏറ്റവും വളരെ നല്ല ഒരു സുരക്ഷിതമായ സാഹചര്യമാണ് അവൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ആരുടെയെങ്കിലും സഹായം ഉറപ്പായിട്ടും അവൾക്ക് കിട്ടുമായിരുന്നു, ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അമ്മയുടെ ഈ ആരോഗ്യപരമായ അവസ്ഥ, അമ്മയുടെ സാമ്പത്തികമായ നിസ്സഹായ അവസ്ഥ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള വളരെ ക്ലേശകരമായ സാഹചര്യങ്ങൾ അതിജീവിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല പഠനം കഴിഞ്ഞാൽ നല്ലൊരു ജോലി, ജീവിത സാഹചര്യം ഉറപ്പായിട്ടും അവൾക്ക് ഉണ്ടാകാമായിരുന്നു. പക്ഷെ അതിനു പകരം അവളെടുത്ത മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില സമീപനങ്ങളാണ്. കൂട്ടുകെട്ടുകൾ, ശീലങ്ങൾ, ഇതൊക്കെയാണ് അവളെ വലിയ ഒരു സുരക്ഷിതത്വം നൽകുമെന്ന് അവൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിലൂടെ അവളുടെ സ്വഭാവം തന്നെ മാറി, അവളുടെ ജീവിത ശൈലി തന്നെ മാറി. പക്ഷെ അതിനു പകരം താൻ ആരായിരിക്കുന്നുവോ അതിനെ അംഗീകരിക്കാൻ പറ്റുക. താനൊരു പെൺകുട്ടിയാണെങ്കിൽ, താനൊരു പെൺകുട്ടിയായിട്ട് ജനിച്ചുവെങ്കിൽ അതിനെ വളരെ സന്തോഷത്തോടെ കാണാൻ പറ്റും. ചിലപ്പോഴൊക്കെ അത്ര നല്ലതല്ലാത്ത പെരുമാറ്റങ്ങൾ ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ അത് തന്നെയായിരിക്കും ജീവിതം മുഴുവനെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരുപക്ഷെ അത് സ്വന്തം തെറ്റിലല്ലാതെ വേറെ ആരുടെയെങ്കിലും തെറ്റായ ചില സമീപനങ്ങൾ കൊണ്ടുണ്ടായതാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞ് സുരക്ഷിതമായ സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ട് ചോദിക്കാം. നമുക്ക് അതിനുള്ള എത്രയോ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ, ആരോഗ്യപരമായ സാഹചര്യങ്ങളെ സമീപിച്ച് അതിലേക്ക് തൻ്റെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അനാരോഗ്യപരമായ ചില സമീപനങ്ങളിലൂടെ തൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടിക്ക് ഉണ്ടായൊരു അപകടം. അതുപോലെ തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി, തൻ്റെ ഒരു പെൺകുട്ടി എന്ന ഐഡൻറ്റിറ്റിക്ക് പകരം ഒരു ആൺകുട്ടി എന്ന ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ ശ്രമിച്ചു പോയി. എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഒരു നല്ല രീതിയിലുള്ള ചിന്തകളോടെയല്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ശക്തിയുള്ള വ്യക്തിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തിയ ചില സമീപനം. എന്തേ ഒരു പെൺകുട്ടിക്ക് ഒരു ധൈര്യത്തോടെ ജീവിക്കാൻ പറ്റില്ലേ? ഒരു പെൺകുട്ടി എന്ന രീതിയിൽ തന്നെ നല്ല അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റില്ലേ? അത്തരത്തിലുള്ള ഒരു നല്ല മാർഗങ്ങൾ ആ കുട്ടിക്ക് ഉപയോഗിക്കാമായിരുന്നു, തേടാമായിരുന്നു. എന്നിട്ട് അഭിമാനത്തോടു കൂടി താൻ ജനിച്ച അതേ ജീവിത സാഹചര്യത്തെ വളരെ പോസിറ്റീവായിട്ട് കണ്ട് ഒരു പെൺകുട്ടിയായിട്ട് തന്നെ ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തേടി ഏറ്റവും അഭിമാനത്തോടെ ധൈര്യത്തോടെ ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിരിക്കും ആ കുട്ടിക്ക് ഏറ്റവും നല്ലതായിരുന്നത്. വാസ്തവത്തിൽ ഈ ഒരു ജീവിത സാഹചര്യം ഈ കുട്ടിയുടെ അമ്മയെ ഒരുപാട് അലച്ചിൽ ആകുലതയുമുള്ള വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ കുട്ടിക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആശ്വാസം താൻ തൻ്റെ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് ക്രമീകരിക്കാൻ ശ്രമിക്കുന്നു, മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഒരു പെൺകുട്ടിയായിട്ട് ജീവിക്കുന്നു, നല്ലൊരു ജോലി കിട്ടുന്നു, അമ്മയെ സഹായിക്കുന്നു. അതൊക്കെയാണ് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായമായി തീരുന്നത്. പക്ഷെ അതിന് പകരം തെറ്റായ ചില
ബോധ്യങ്ങളിലൂടെ ഇങ്ങനെ ഒരു സമീപനത്തിലൂടെ ഒരു ആൺകുട്ടിയായിട്ട് ജീവിച്ചാൽ അമ്മയെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് തെറ്റായൊരു സമീപനമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഈ പെൺകുട്ടി എടുക്കാമായിരുന്നൊരു ചിന്ത ഏറ്റവും നന്നായിട്ട് തന്നെ ഏൽപ്പിക്കപ്പെട്ട, നമ്മൾക്ക് അറിയാവുന്ന പോലെ ഒരു വ്യക്തി തൻ്റെ പഠന കാലഘട്ടത്തിൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു, ഏറ്റവും സുരക്ഷിതമായ സാഹചര്യങ്ങളെ തേടാൻ ശ്രമിക്കുന്നു. ഏതെങ്കിലും തെറ്റായ സൂചനകൾ ആരെങ്കിലും നൽകിയാൽ അതിനെ തിരുത്താൻ ഏറ്റവും നല്ല, ഏറ്റവും അടുത്ത വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളോട് തുറന്നു പറഞ്ഞ് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് തനിക്ക് കിട്ടിയ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു വഴി അടയുമ്പോൾ പല വഴികൾ തുറന്നു കിട്ടും എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ ശ്രമിക്കുമ്പം പല വഴികളുണ്ടെന്ന് തിരിച്ചറിയുന്നതും പല വഴികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതുമായ ഒരു ധൈര്യവും ആത്മാഭിമാനവും ആത്മധൈര്യവും സംഭരിക്കുകയാണ് ഏറ്റവും നല്ലത്.